ഇനി ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുകയാണ് ചക്കക്കൊമ്പൻ. ചിന്നക്കനാൽ കോഴിപ്പനക്കുടിയിലാണ് ആന പുലർച്ചെ എത്തിയത്. ആന മേഖലയിലെത്തി വലിയ നാശം തന്നെയാണ് വിതച്ചിട്ടുള്ളത്. ആന ഇപ്പോഴും മേഖലയിൽ തുടരുകയാണ്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാം. ആഷിഖ്, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും ആന അവിടെ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്നറിയുന്നു. ആനയെ അവിടെ നിന്ന് തുരത്താനുള്ള നീക്കങ്ങളൊന്നും നടക്കുന്നില്ലേ? ദിവ്യ, ഗുഡ് മോർണിംഗ്. ആനയെ തുരത്താനുള്ള നീക്കങ്ങൾ വനം വകുപ്പിനെ അറിയിച്ചിട്ടും ഇതേവരെ ആരംഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ രസകരമായ ദൃശ്യങ്ങളിൽ കാണാം, ചക്ക കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചക്കക്കൊമ്പൻ ചിന്നക്കനാലിന് അടുത്തുള്ള കോഴിപ്പന്നിക്കുടിയിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ ആന പ്ലാവ് കുലുക്കുന്നതും വളർത്തുനായ കുരച്ച് ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതടക്കം ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ആ പ്രദേശത്തുള്ള വലിയ അളവിലുള്ള ഏലം കൃഷി അടക്കം ആന കടന്നു വരുന്ന വഴിയിലടക്കം നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ നഷ്ടം ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കുണ്ടായിട്ടുണ്ട്. ഈ ചിന്നക്കനാൽ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു കൊമ്പനാണ് ചക്കക്കൊമ്പൻ. മുമ്പ് അരിക്കൊമ്പൻ ഉണ്ടായിരുന്ന സമയത്ത് അരിക്കൊമ്പനുമായി പലവട്ടം ഏറ്റുമുട്ടുന്ന സാഹചര്യം അടക്കം ചക്കക്കൊമ്പൻ ഉണ്ടായത്. പിന്നീട് അരിക്കൊമ്പനെ അവിടെ നിന്ന് മാറ്റിയ ശേഷം സംഘർഷങ്ങൾ വന്യമൃഗ വന്യജീവി സംഘർഷങ്ങളടക്കം കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വളർത്തുനായ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കുരച്ച് ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ നിന്ന് പിന്മാറാൻ ഇതേവരെ ചക്കക്കൊമ്പൻ തയ്യാറായിട്ടില്ല. വനം വകുപ്പ് അടക്കം RRT സംഘം അടക്കം കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശമാണ് ഈ ചിന്നക്കനാലെല്ലാം. അവിടെ RRT സംഘം ഉടനെത്തി ആനയെ തുരത്തുമെന്നാണ് നാട്ടുകാരും പ്രതീക്ഷിക്കുന്നത്.